അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് ചീയപ്പം തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ അരി അരച്ചപ്പോൾ കുറച്ച് തോന അരച്ചീനി. അപ്പോൾ ആ മാവ് ഉണ്ടായിനി കേട്ടോ. അപ്പോൾ അതിനോണ്ട് തന്നെ ഇന്നും നമ്മൾ എന്താട്ടി ചീയപ്പം തന്നെ ചുട്ടു. പിന്നെ ഇന്നലെ വെച്ച കുറച്ച് ഇറച്ചിച്ചാറുണ്ടായിനി. അപ്പോൾ അതാണ് ഇട്ടെന്ന്. പിന്നെ സനുട്ടന് ഇറച്ചിൻ്റെത് മതിയാണ്. അപ്പം അത് നമുക്ക് അയലോകത്തുനിന്ന് കുറച്ച് ബിരിയാണി തന്നീനി കേട്ടോ. അതിൻ്റെ മസാലയാണ് സനുവിന് കൊടുത്തത്. ഓനത് മതിയായിരുന്നു. ഓനത് കൊടുത്തു. മിന്നൂട്ടിക്ക് പിന്നെ പഞ്ചാര മതിയായിരുന്നു. അങ്ങനെ ഓൽക്കൊക്കെ ചായ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ എന്താട്ടി ഗ്യാസുമലൊക്കെ അപ്പം ചുട്ടുകൊണ്ട് തന്നെ ആ പൊടിയൊക്കെ അങ്ങോട്ട് നമ്മളപ്പം ചീന്ന് പറയുന്നതിനനുസരിച്ച് നമ്മളെ ഗ്യാസുമലൊക്കെ അങ്ങോട്ട് തെറിച്ചിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുത്തിക്കണം കേട്ടോ. നമ്മളപ്പത്തിൻ്റെ പേര് തന്നെ ചീയപ്പം എന്നല്ലേ. പാരുമ്പോൾ എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളതിന് ചീയപ്പം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട് ഇനി. അപ്പം ഇന്നലെ തിരുമ്പിയിട്ടില്ല ഇനി കേട്ടോ. അപ്പം ഇന്ന് കുറേ തിരുമ്പാണ്ട്. അപ്പം നമ്മൾ എന്താട്ടി അത് നമ്മൾ ഇതിലിട്ടു, നമ്മളെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് അത് കറക്കിയെടുക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കറക്കാൻ വെച്ചു. പിന്നെ നമ്മൾ ഓണാക്കി പോന്നിക്കണം കേട്ടോ. കറക്കാൻ വെച്ചു. പിന്നെ നമ്മൾ മിന്നുട്ടിൻ്റെയും സാനുട്ടിൻ്റെയും ഒക്കെ ടൈം ടേബിൾ നോക്കി. പിന്നെ ഒരിക്കലിൻ്റെ പാത്രവും കുപ്പിയും ഒക്കെ ഇടണമല്ലോ, അതൊക്കെ ഇടണം. പിന്നെ ബോക്സിലൊക്കെ പെന്നുണ്ടോ പെൻസിലുണ്ടോ റബ്ബർ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഇല്ലെങ്കിലോ അവിടെ ചെന്നാൽ പിന്നെ ടീച്ചറെ എത്തി നോക്കി അടിയിട്ടും ചേച്ചും വന്നാൽ പിന്നെ നമുക്കൊരു തൊയ്ര്യം ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ പെൻസിലിടാത്തോണ്ട് ചെന്ന് അടിയിട്ടില്ലായിരുന്നു കൊണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടോ നോക്കണം. പിന്നെ സനുട്ടനും തന്നെ പേനുണ്ടോ നോക്കി. അപ്പോൾ അവന് അതിൽ പെൻസിലുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പേന അതിൽ കണ്ടില്ല. പിന്നെ ഞാൻ മറ്റേ സിബൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതിലൊരു പേനുണ്ട് കേട്ടോ. അപ്പോൾ തക്കണ ബോക്സിലാണ് പേന വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓനും പേനുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾ സ്കൂളിൽ ചെന്നാൽ ഇടങ്ങേറാകാൻ പാടില്ലല്ലോ, പേനയും പെൻസിലും ഇല്ലാഞ്ഞാൽ. അങ്ങനെ മിന്നൂട്ടി ചായയൊക്കെ കുടിച്ച് പർദ്ദയൊക്കെ ഇട്ട് രണ്ടാളും മദ്രസക്ക് പോയി കേട്ടോ. അങ്ങനെ ഓലെ രണ്ടാളും ഞാൻ വേഗം മദ്രസക്ക് ഇറങ്ങിച്ച് കണ്ട് എന്താട്ടി വേഗം അടിച്ചു വരിയിടാണ് കേട്ടോ. അപ്പോൾ താത്തപ്പം വരും കേട്ടോ. അപ്പോൾ താത്ത വരുന്നതിൻ്റെ മുന്നേ ഞാൻ വേഗം അടിച്ചു വരിക്കാണ്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ സ്കൂളുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ചളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമല്ലേ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചായയോടി കഴിഞ്ഞാൽ പിന്നെ ഒരു കളിച്ചാനും പോകും. പിന്നെ വരുമ്പല്ലതല്ലേ, അപ്പോൾ വലിയ ചളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താട്ടി താത്ത വരുന്നതിൻ്റെ മുന്നേ വേഗം അടിച്ചു വരി കേട്ടോ. പിന്നെ മിറ്റടിച്ചു വരാനും പിന്നെ ചിക്കതിയിടാൻ ആ കല്ല് കൂടെ അങ്ങനെ ചവിട്ടണ്ടേ, ചെരുപ്പിടാനും വെച്ച. അപ്പോൾ പിന്നെ താത്ത വന്നിട്ട് മിറ്റടിച്ചു വരിക്കോട്ടെ വിചാരിച്ചു. എല്ലാതും ഇപ്പം താത്താനെ ഏൽപ്പിച്ചുണ്ടായത്. അങ്ങനെ താത്ത വന്ന് കണ്ട് മിറ്റടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞമ്മക്കൊന്ന് കുറച്ച് തല പൊന്തിയാൽ നമ്മൾ ആരും ഇങ്ങനെ കടക്കൂല കേട്ടോ. അത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്, എല്ലാ കുടിക്കാരത്തിയാളും അങ്ങനെ തന്നെ. ഒന്ന് എന്തെങ്കിലുമൊക്കെ വെജായും കൊണക്കടൊക്കെ ഉണ്ടെച്ചെങ്കിൽ 2 ദിവസമൊക്കെ അങ്ങനെ കടക്കും. കടന്നാലും നമുക്ക് നിർപ്പൊട്ടൂല. കാരണം ആ കടക്കണോടത്ത് ഒരു സമാധാനം ഉണ്ടാവില്ല. അത് ഇത് എഴുതിക്കൊണ്ട് അങ്ങനെ. അപ്പോൾ ഏതായാലും കടക്കണോടത്ത് കുറേ കടന്നോണം നീച്ചോണം അങ്ങനെ ഇക്കാരം നമ്മൾ. അപ്പോൾ നമുക്ക് എന്താണെന്നറിയാം, കടന്നാൽ അങ്ങോട്ട് നിർപ്പൊട്ടൂല, നീച്ച് മണ്ടണം തന്നെ തോന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് കാലിന് കുറച്ച് വേദനക്കൊക്കെ കുറവുണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ എന്താട്ടി ഇനിയിപ്പോൾ ആരും നമ്മൾക്ക് ഗതിയെടുത്തണ്ട. എല്ലാവർക്കും അറിയാം അവനാൻ്റെ പെരിയിലെ പണി കഴിഞ്ഞ് വേറൊരിടത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഗതിയായിട്ടാണ്. അത് നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചാൻ പാടില്ല. പിന്നെ വെയ്ക്കാത്തപ്പോഴല്ലേ, അത് അങ്ങനെ പോട്ടെ. അതിപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാണ്ടി വരും. അപ്പോൾ ഏതായാലും നമ്മൾ ഇച്ച് വെക്കണ മാതിരി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താത്താനെ അങ്ങോട്ട് ഇടങ്ങേറാക്കിച്ചണ്ട. താത്താക്കും സുഖമല്ല. കാരണം താത്താക്കും തന്നെ രാവിലെ നീച്ചുമ്പോൾ കാലിനൊക്കെ ഭയങ്കര നീരൊക്കെ വന്നിട്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കണ്ടറിയണ്ടേ. അങ്ങനെ ഏതായാലും തുടക്കലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് മുതിര വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുതിര ഞാൻ അടുപ്പത്ത് വെച്ചിക്കണേ. പിന്നെ നമ്മളെ പുതിയാപ്പിള കാക്കാക്കുണ്ടല്ലോ ചപ്പാത്തി വേണമല്ലോ. അപ്പോൾ പിന്നെ ചപ്പാത്തി ചൂടാന്ന് കരുതിയിട്ട് കുറച്ച് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തി ഇട്ടിട്ടില്ല, ഗോതമ്പത്തിൻ്റെ പൊടി കൊണ്ട് അപ്പം ചുട്ട് കൊടുത്തിക്കേനി. പിന്നെ ഉച്ചക്കും വൈകുന്നേരത്തിനും ചപ്പാത്തി മതി എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ അതിക്കുള്ള കൂട്ടാനാണ് കേട്ടോ മുതിര. അങ്ങനെ ഞാൻ ചപ്പാത്തി കുഴക്കാനും വേണ്ടി നല്ല ചൂടില്ല വെള്ളം പറഞ്ഞിട്ട് കുഴച്ചെടുത്തിക്കണം. അപ്പോഴാണ് മക്കളെ നമ്മൾ ഗുളിക കുടിച്ചാത്ത കാര്യം മറന്നത്. അപ്പോൾ പിന്നെ എന്താട്ടി ഗുളികയൊക്കെ എടുത്തു വന്നിട്ട് വേഗം കുടിച്ചാണ് കേട്ടോ. ഗുളിക കുടിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ മൂപ്പരാക്ക് വരുമ്പോൾ അങ്ങനെ നോക്കും കുടിച്ചിക്കണോ ഇല്ലേ. വന്നാൽ തന്നെ ചോദിച്ചോ ഗുളിക കുടിച്ചോ എന്നാണ്. അപ്പോൾ വേദനയ്ക്കുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി ഇത് മാറണ്ടേ അതിന്. അപ്പോൾ ഏതായാലും നമ്മൾ രാവിലെ ഒരു ഗുളികയും പിന്നെ ഭക്ഷണത്തിൻ്റെ മുന്നേ ഒരു ഗുളികയും പിന്നെ ഉച്ചക്ക് ഒരു ഗുളികയാണ് കേട്ടോ. അങ്ങനെ ഗുളികയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ എന്താട്ടി ചപ്പാത്തി പരത്തിയെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ നിന്നാൽ കുറേ നേരം നിന്ന് ഇതാക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താട്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇരുന്ന് കാണ്ട് പരത്താമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഒരു 4-5-6 പത്തിരി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളങ്ങനെ ഉരുള കൂട്ടി ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് പരത്തേണ്ടത്. ഇപ്പോൾ എന്നാരം മക്കളെ ഇരുന്ന് കണ്ട് ചപ്പാത്തി പരത്താൻ എന്തൊരു ഗതിയേടാന്ന് അറിയാം നിങ്ങൾക്ക്. ഭയങ്കര ഗതിയേട് കേട്ടോ. എന്തൊക്കെയോ മാറി അവിടെ നീങ്ങന്നല്ല ഇങ്ങോട്ട് പരത്തിയിട്ട്. ഏതായാലും ഞാൻ വയ്ക്കുമ്പോഴൊക്കെ എന്താ പരത്തിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നീളമല്ല മനുഷ്യത്തിയല്ലേ, അതുകൊണ്ട് ഈ കാരണം അതിൻ്റെ മുകൾക്ക് ഞാൻ നല്ല നീളമുണ്ട്. ഇത് കുറച്ച് താന്നിട്ടോ ഒക്കെ ആയിട്ട് എന്താ പരത്തിയെടുക്കാൻ ഒരു ഗതിയേട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വയ്ക്കുമ്പോഴേക്ക് ഒന്ന് ശരിക്കും ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പരത്തുമ്പോൾ ഒരു ഗതിയേട് ഉണ്ടല്ലേ. ആ കജ്ജൊക്കെ കണ്ടില്ലേ വെറുങ്ങച്ചി കൊണ്ടൊക്കെ നിൽക്കണേ. അപ്പോൾ നിൽക്കണ അത്ര നിന്നുകാണ്ട് പരത്താനാണ് സുഖം. അപ്പോൾ പിന്നെ നമുക്ക് കുറേ നേരം നിൽക്കേണ്ടേ കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഇരുന്ന് പരത്തിയത്. അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി സനുട്ടന് എന്താ സ്കൂൾക്ക് അറിഞ്ഞു. പിന്നെ ഒന്ന് സ്കൂൾക്ക് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കൂട്ടാനൊന്നും വേണ്ട അറിഞ്ഞീന്. പിന്നെ മുതിര ഞാൻ നോക്കുമ്പോൾ കുറച്ച് വേവ് കുറവുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടി അടുപ്പത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എന്താട്ടി നമ്മളെ മുതിര ഒന്നുകൂടി വെക്കണം. അപ്പോൾ ഞാൻ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തി ചുടുന്നതിൻ്റെ ഇടയിൽ എന്താ നമ്മളെ സിയമ്മോൾ വന്നിക്കണേ. ഓളെ തിരഞ്ഞിക്കാണ്ട് ഓളെ ചങ്ങാഴ്ചിട്ടോ. അപ്പോൾ ഓള് കാരണം വെച്ച് പോകുക സലാനൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓളയും പറഞ്ഞേച്ചിക്കണേ. അപ്പോൾ നമ്മൾ ചപ്പാത്തി അടുപ്പത്ത് വെച്ച് കണ്ട പോയിനത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടാ നമ്മൾ ചെന്നപ്പോൾ ഇതിന് മക്കൾ പോകുമ്പോൾ നോക്കി നിന്നിട്ടില്ലെങ്കിൽ ഒരിക്കൽ പൊറുതിയാടാ. എന്താ അമ്മച്ചി എന്തേ നോക്കി കഞ്ഞി വെച്ച് കണ്ട്. അപ്പോൾ സാധനം മിന്നിട്ടും പോണത് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഇതിന് ചപ്പാത്തി ഒരു പുറം കരിഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ. നമ്മൾ തിരിച്ച് കുറച്ച് കണ്ടാ പൊയിഞ്ഞതേ. പിന്നെ അതാക്കണേ നമ്മൾ കുക്കറിൽ കുറച്ച് അരി ഇട്ടിക്കണേ. അപ്പോൾ നമ്മൾ അരി ഒന്ന് കേകി കുക്കറിലിട്ട് ചോറിന് കേട്ടോ. അപ്പം ചോറ് കുക്കറിലിട്ടു. പിന്നെ നമ്മളെ മുതിര ഒന്ന് നോക്കുമ്പോൾ പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി വേവിച്ചിനി കേട്ടോ. പിന്നെ വെന്തു. പിന്നെ നമ്മൾ ഒരു പുളി വല്ലുള്ളിയും കരിയേപ്പും പിന്നെ നമ്മൾ ഉണക്കമുളകില്ലേ അതും പാടിട്ടിട്ട് ഒന്ന് തൂമിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാക്കണേ കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ വിചാരിച്ച്. പിന്നെ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നല്ലോ രാവിലത്തെ, അതുമുണ്ട്. പിന്നെ മീനുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് അതിന്മേൽ നമുക്ക് ഒപ്പിച്ചാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയായി കഴിഞ്ഞ് ചോറും നമ്മൾ കുക്കറിലുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടേ എഴുതി. കുളിച്ചാൻ പോകുമ്പോൾ നമ്മൾ ഈ കാല് നനയല്ലോ. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു കവറിട്ട് കെട്ടുകയാണ് കേട്ടോ. അപ്പം ഇനി വെള്ളം വീണക്കാണ്ട് അതിങ്ങോട്ട് ഇതാണ്ട നമുക്ക് ആസ്പത്രിക്കും പോകണം. അപ്പോൾ അങ്ങനെ ഒരു സൈസ് ഇതായി നിൽക്കുമ്പം നമുക്കൊരു ഗതികേടല്ലേ. കാരണം ഓർക്ക് നമ്മളെ കാല് കാണിച്ചിട്ട് വെട്ടിയെടുക്കണമല്ലോ. അപ്പോൾ നമുക്കൊരു ഗതികേടാണ് നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ നമ്മളെ കാലും വന്ന് ആ കവറൊന്ന് ഊരി മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ ആയാലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കില്ല കേട്ടോ. മുറിയോ ഇങ്ങനത്തെ കെട്ടൊക്കെ ഉണ്ടിച്ചെങ്കിൽ കവറൊക്കെ കെട്ടിക്കാണ്ട് കുളിച്ചാൽ മതി. അപ്പോൾ വെള്ളം കടക്കൂല. അങ്ങനെ നമ്മൾ കവർ ഊരിയപ്പോൾ പോയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിനി. അതൊക്കെ ഇങ്ങോട്ട് നിലത്ത് ചിന്തി. അപ്പോൾ രണ്ടാം പണിയായി. പിന്നെ അപ്പോൾ ഞാനത് വന്ന് കണ്ടൊന്ന് തുടച്ചെടുത്തു കേട്ടോ. അങ്ങനെ തുടക്കൽ ആ വെള്ളം തുടച്ചെടുത്തു. അപ്പോൾ ഇതിന് നമ്മൾ ചോറ് വെന്തിക്കണം കേട്ടോ. ചോറ് ഞാൻ എന്തായിട്ടെന്ന് അറിയാം വിസിലടിച്ചില്ല. വിസിലടിച്ചാൽ പെട്ടെന്ന് ചോറ് വേഗറും. വിസിലടിച്ചിട്ട് ഒരു ഒച്ച അങ്ങനെ വരുമല്ലോ. അപ്പം ഓഫാക്കിയിടും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഊറ്റിയെടുത്താൽ നല്ല ചോറ് കഴിക്കാറ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചോറ് വെക്കൽ കേട്ടോ. അത് നമുക്ക് നമ്മളെ വലിയ നാത്തൂന്താത്ത പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ കാട്ടിയാൽ മതി. വിസിലടുപ്പിച്ചാതെ ആ ഒച്ച അങ്ങനെ വരുമ്പോൾ ഓഫാക്കിയിട്ടാൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ നല്ല ചോറ് കഴിക്കാരം. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ ചോറൊക്കെ ഊറ്റി ഓട്ടപാത്രത്തിൽ ഊറ്റി വെച്ചിക്കണം കേട്ടോ. ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒന്ന് കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മക്കളും തന്നെ കുറച്ച് ചോറേ വെച്ചുള്ളൂ. ഓർക്കും തന്നെ കുറേ ചോറൊന്നും വേണ്ട, കുറച്ച് ഈച്ച മതി. അല്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു തീറ്റയാണ്, ചിലപ്പോൾ മാണ്ടിയും വരുമല്ലോ. അപ്പോൾ പിന്നെ കുറച്ചേ തീമിട്ടിട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ വൈകുന്നേരം വെക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരുമ്പാലതൊക്കെ തിരുമ്പിയത് മെഷീനിലിട്ടീനല്ലോ. അതൊക്കെ ഞാൻ ബക്കറ്റിലാക്കി കണ്ട് നല്ല വെയിലിട്ടണയാളെ. അപ്പം വലിയ അല്ലേനും ഇവിടെ അല്ലേ. പിന്നെ ഓനെ കൊണ്ട് തോരടിപ്പിച്ചായിരുന്നീന്. ഓനങ്ങോട്ട് തങ്ങാടിക്ക് ഇറങ്ങീനി കേട്ടോ. എൻ്റെ ചെങ്ങായി വിളിച്ചിട്ട്. അപ്പോൾ നല്ല വെയിൽ കേട്ടോ. അപ്പോൾ ഒരു പൊറുതിയേട് കേട്ടോ. അപ്പോൾ മക്കളതൊക്കെ ഉണ്ടല്ലോ നിക്കറും കുപ്പായൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല പണിയാണ്. അപ്പോൾ ഈ വെയിൽ കണ്ടിട്ട് ഇച്ചാണെങ്കിൽ ഇഞ്ച കുത്തിറക്കണോടത്താണെങ്കിൽ ഇരുത്താണെങ്കിൽ മുറുകണില്ല. കാരണം ഈ വെയിലിങ്ങനെ കണ്ടിട്ടേ. അപ്പം ഒന്ന് ഉണങ്ങി കിട്ടിയ അത്രയും സുഖമല്ലേ. മെഷീനിലിട്ടാൽ പിന്നെ ഒന്ന് ഉണങ്ങിയിട്ട് തന്നെ ഇക്കാരം നമുക്ക് വെള്ളം പറ്റിയിട്ടാണല്ലോ കിട്ടുക. നമ്മളെ മെഷീന് തരിക നമുക്ക്. അപ്പോൾ പിന്നെ ഒന്നിങ്ങോട്ട് വെയിൽ ഒന്ന് തട്ടി കഴിഞ്ഞാൽ ഉണങ്ങും ചെയ്തോളൂ.
അപ്പോൾ ഞാൻ എന്താണ് ആ ഇരുന്നിട്ട് ഒരു നിർപ്പൊട്ടണില്ല. ഞാൻ എന്താട്ടിന്ന് അറിയിച്ച് വയ്ക്കും പോലെ ഞാൻ പതുക്കെ നടന്ന് കാണ്ട് അത് കൊണ്ടുപോയി തോരട്ടിക്കണം കേട്ടോ. ഉണങ്ങി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. മക്കൾക്കൊക്കെ നിക്കറും കുപ്പായൊക്കെയാണ് കാര്യമായിട്ട് ഉണങ്ങേണ്ടിയത്. അപ്പോൾ അങ്ങനെ വെയിൽ കണ്ടപ്പം ഒരു സമാധാനമില്ല. അങ്ങനെ ഏതായാലും ഞാൻ വയ്ക്കണ മാതിരിയൊക്കെ ഞാൻ വെല്ല പോയിക്കാണ്ട് തോരട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എത്താ വെയിൽ പോയി കഴിഞ്ഞാലോ വല്ലാത്ത പൊറുതിയോട് വയ്ക്കാരം തോരട്ടില്ലല്ലോ എഴുതിക്കാണ്ട്. അങ്ങനെ തോരടലൊക്കെ കഴിഞ്ഞ് വന്നപ്പം നമ്മളെ ഇറച്ചിച്ചാറ് ഇതാക്കണം. ഞാൻ കുക്കറിൽ നിന്നാണ് മാറ്റി ഒരു പാത്രത്തേക്ക് ആക്കിക്കാണ് കേട്ടോ. ഞാൻ ഇഞ്ഞിട്ട് ആ കുക്കറാണ് കേയൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ ചട്ടിക്ക് തന്നെ ഉള്ളൂ ആ ചാറ്. അപ്പോൾ അങ്ങനെ ഉച്ചക്കും അതാക്കുക. പിന്നെ അതാക്കണം കുറച്ച് മസാല ഞാൻ പറഞ്ഞില്ല അയലൊക്കത്തുനിന്ന് കുറച്ച് ബിരിയാണി ഇട്ടീന് അതിൻ്റെ മസാല ഇതാക്കണം. അത് ഞാൻ ചൂടാക്കി മക്കൾക്ക് വേണമെങ്കിൽ എടുക്കാതെ എഴുതിക്കാണ്ട് അങ്ങനെ ചാറും ആ മസാലയും ചൂടാക്കിയിട്ട് പിന്നെ ഞാൻ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ച് ഇതാക്കണം കേട്ടോ. അടുപ്പില്ല നമ്മളെ ഗ്യാസ് അടുപ്പ് തന്നെയാണല്ലോ അല്ലേ. അതും പിന്നെ നമ്മളെ ഇതൊക്കെ പാടം തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ ചോറ് കഴിച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ മീൻ പൊരിച്ചതെടുത്ത് ഞാൻ ഇറച്ചി എടുത്തിട്ടില്ല കേട്ടോ. ഇറച്ചി വേണ്ടാന്ന് കരുതി. പിന്നെ നമ്മളെ മുതിര ഉണ്ടല്ലോ അതും. അപ്പം ഞാൻ മുതിരയിൽ കുറച്ച് ഉപ്പ് കുറച്ചിട്ടാണ് ഇട്ടുള്ളത്. നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് ഉപ്പ് വേണ്ടല്ലോ. അപ്പം ഇനി ഉപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ വെറും ഉപ്പാണ് അറിയാം. അപ്പം ഞാൻ മാത്രം ഞാനൊരു പാത്രത്തേക്ക് എടുത്തുകാണ്ട് ഉപ്പിട്ട് കാണ്ട് ഇളക്കിയിട്ട് ഞാനത് ചോറ്റിക്ക് ഇട്ടുകാണ്ട് കുഴച്ച് തിന്ന്. അപ്പം ഇന്ന് ഞാൻ ഇറച്ചിച്ചാറും ഇതൊന്നും പാരുന്നില്ല. ഈ മുതിര കൂട്ടാനും കൂട്ടിയാണ് ചോറ് കഴിച്ചിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചോറ് കഴിച്ചു. അപ്പം പിന്നെ നമ്മൾ പുതിയാപ്പിള കാക്കാനെ വിളിച്ചപ്പം ഞാൻ വരാൻ നേരം ബഗുജ് ചോറ് വെച്ചോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ചോറ് വെച്ചിട്ടോ. പിന്നെ മൂപ്പരാക്കാരപ്പം കുത്തിർന്ന് ഇങ്ങനെ മീനൊക്കെ കൂട്ടി തിന്നുമ്പോൾ വല്ലാത്തൊരു പൊറുതിയേടാണ്. അപ്പം ഞാൻ വേഗം ചോറ് വെച്ചു കേട്ടോ. മൂപ്പരാക്ക് മീനൊന്നും തിന്നാത്തതല്ലേ. അങ്ങനെ എൻ്റെ ചോറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോത്തിന് നമ്മളെ പുതിയാപ്പിള കാക്ക വന്നു. പിന്നെ ഞാൻ അങ്ങനെ മൂപ്പരാക്കാക്ക് ചപ്പാത്തിയും നമ്മളെ മുതിരയും കൊടുക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ മൂപ്പരാക്കി തിന്നും. അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. താങ്ക്